ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബോളിവുഡിൽ 2003 റിലീസായ ഹവ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. സിനിമയുടെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ സഞ്ജന എന്നവർ കുടുംബത്തോടൊപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കാറിൽ ബ്രോക്കറും വരുന്നുണ്ട്. ബ്രോക്കറാണ് അവർക്ക് വീട് കാണിക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് സഞ്ജനയുടെ കുടുംബത്തെ നമ്മളെ കാണിക്കുന്നത്. സഞ്ജനയുടെ ഭർത്താവിന് എന്തു പറ്റിയെന്ന് അറിയില്ല. സഞ്ജനയ്ക്ക് 2 പെൺമക്കളുണ്ട്. അതുപോലെ വിക്കി എന്നൊരു അനിയനും ഉണ്ട്. ഇതുകൂടാതെ ബ്രോക്കറും ഈ കാറിലുണ്ട്. ഇനിയും ഉള്ളിലേക്ക് പോകണം എന്ന് അദ്ദേഹം പറയുന്നു. ഇനിയും ഉള്ളിലോ എന്ന മട്ടിൽ സഞ്ജന ആലോചിക്കുന്നുണ്ട്. അതെ മാഡം, നിങ്ങൾ പറഞ്ഞ ബജറ്റിന് ഇങ്ങനത്തെ വീടേ കിട്ടത്തുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. വളരെ ഒറ്റപ്പെട്ടാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വീട് വലുതാണ്. കുഴപ്പമില്ല, വീട് വലുതാണെന്ന് അവരും ചിന്തിക്കുന്നു. ഹീറോയിന്റെ മൊത്തം സേവിങ്സും വെച്ചാണ് സ്വന്തമായി ഈ വീട് വാങ്ങാൻ പോകുന്നത്. ഈ വീട് കണ്ട ഉടനെ അവർക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കാലം മുഴുവൻ ഇവിടെ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നത്, വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഈ വീട് അവർ വാങ്ങുകയും ചെയ്യുന്നു. അവർക്ക് ആകെ 2 പെൺമക്കളാണ്. അതിലൊരു മകളുടെ റോൾ അൻഷിക മുത്വാണിയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാത്രി സമയം, മിന്നലടിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് ചെറിയ മകൾ പേടിച്ച് ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവരും സമാധാനിപ്പിക്കുന്നു. പെൺമക്കൾ 2 പേരും വേറെ റൂമിലാണ് ഉറങ്ങുന്നത്. ഇപ്പോൾ 2 മക്കളെയും ആ റൂമിൽ ഉറങ്ങാൻ കിടത്തുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നെല്ലാം പറയുന്നു. മൂത്ത മകൾ ഉറങ്ങാതെ ഇരിക്കുകയാണ്. ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരം വരച്ചിട്ട് ഉറങ്ങാം എന്ന് ആ കുട്ടിയും പറയുന്നു. ഇപ്പോൾ അവരും താഴെ വന്ന് വാതിലെല്ലാം അടയ്ക്കുകയാണ്. ഉറങ്ങാൻ പോവാണ്. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് റെഡിയാക്കുന്നു. മുഖം കഴുകാനായി ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് മന്ത്രം ചൊല്ലുന്നത് പോലത്തെ ശബ്ദം കേൾക്കുന്നത്. അവരും നോക്കാനായി പുറത്തേക്ക് വരുന്നു. അനിയൻ ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2 കുട്ടികൾ നോക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവാതെ അവരും കൂടിച്ചേർന്ന് നോക്കുന്നു. സത്യത്തിൽ കുറെ പേരിരുന്ന് പൂജ ചെയ്യുന്ന പോലെ എന്തോ ചെയ്യുകയാണ്. അവർ അനിയനോട് എന്ത് പൂജയാണ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കും അറിയില്ല, എന്തോ അവരുടെ ആചാരം പോലെയുണ്ട് എന്നവർ പറയുന്നു. ഗോത്രവർഗത്തിൽപ്പെട്ടവരാണ് ആ സ്ഥലത്തുള്ളത്. എല്ലാവരും ചേർന്ന് പൂജ ചെയ്യുകയാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി. കുട്ടികളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കുട്ടികളും ശരി എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. അവരുടെ വീട്ടിൽ ഒരു നായയുണ്ട്. ആ നായ ആ പ്രദേശത്തേക്ക് നോക്കി കുറച്ചുകൊണ്ടിരിക്കുന്നു. നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ആ ടോമിയെയും അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ ഭാഗത്ത് നിറയെ ടിബറ്റുകാരാണ് ഉള്ളത്. ഇവർ എന്തിനാണ് ഈ പൂജ ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. ഹീറോയിൻ ഒരു ആന്റിക് ഷോപ്പാണ് നടത്തുന്നത്. ഷോപ്പിൽ അവർ അവരുടെ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടിബറ്റൻ മുത്തശ്ശി ഇവരെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്താ ഈ മുത്തശ്ശി നമ്മളെ തന്നെ നോക്കുന്നത് എന്ന് ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട്. ഹീറോയിൻ കാര്യമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മുത്തശ്ശി അടുത്ത് വന്ന് നിൽക്കുന്നു. അവർ കണ്ട് പേടിക്കുകയാണ്. ആ മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നുണ്ട്. ഇത് പിടിക്കുക എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതെപ്പോഴും നിന്റെ കൂടെ തന്നെ ഇരിക്കണം, എന്നാലേ നീ സുരക്ഷിതയായിരിക്കൂ. നിന്റെ കുട്ടികൾക്കും ആപത്ത് വരാൻ സാധ്യതയുണ്ട്. ഇത് വെച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊന്നും പണം തന്നു വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഹീറോയിൻ പറയുന്നു. എനിക്ക് പണമൊന്നും വേണ്ട എന്ന് ആ മുത്തശ്ശിയും പറയുന്നുണ്ട്. മുത്തശ്ശിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ മുത്തശ്ശി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. അവരും വിളിക്കാനായി പിന്നാലെ പോവാൻ നോക്കുന്നു. അപ്പോഴേക്കും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഫോറിൻ കസ്റ്റമേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അവരും ഇത് വളരെ നന്നായിരിക്കുന്നു, എത്രയാണ് വില എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട, ഇത് വിറ്റേക്കാമെന്ന് ഹീറോയിൻ ചിന്തിക്കുന്നു. 500 രൂപ എന്ന് പറഞ്ഞ് അവരും 500 രൂപ കൊടുക്കുന്നു. ആ 500 രൂപയെങ്കിലും മുത്തശ്ശിക്ക് കൊടുക്കാം എന്ന് കരുതി അവർ മുത്തശ്ശിയെ ഫോളോ ചെയ്യാൻ നോക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശിയെ കാണാനില്ല. അതിനിടയിൽ എവിടെ പോയി, എന്തിനാണ് ആ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നെല്ലാം ഹീറോയിൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. ഹീറോയിൻ ജോലിയെല്ലാം കഴിഞ്ഞ് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുത്തശ്ശി ഒരിടത്തിരിക്കുന്നത് കാണുന്നു. മുത്തശ്ശി ഇവിടെ തന്നെ ഉണ്ടല്ലോ, പണം കൊടുക്കാമെന്ന് കരുതി അവരും അടുത്ത് വന്ന് കയ്യിൽ കൊടുക്കുന്നു. അവർ തൊട്ടതും ആ മുത്തശ്ശി താഴേക്ക് ചായുന്നു. ആ മുത്തശ്ശിയുടെ ജീവൻ പോയി എന്നവർക്ക് മനസ്സിലാവുന്നു. അവർ പോലീസിന് വിവരം കൊടുക്കാമെന്ന് കരുതി അറിയിക്കുകയാണ്. ഒരു പാലത്തിലൂടെയാണ് ഹീറോയിന് വീട്ടിലേക്ക് പോകേണ്ടത്. ആ പാലത്തിൽ വണ്ടി നിന്ന് പോയാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും ബുദ്ധിമുട്ടാണ്. വണ്ടി നിൽക്കുന്നു. ഭാഗ്യത്തിന് കുറച്ച് സമയത്തിനകം സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവർ വീട്ടിലെത്തുമ്പോൾ ഇൻസ്പെക്ടറുടെ കോൾ വരുന്നുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വയസ്സായ സ്ത്രീയും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അല്ല, അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു, മരിച്ചിരുന്നു എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അവർ മരിക്കാൻ സാധ്യതയില്ല മാഡം, അവർക്ക് ബോധം വന്നിട്ടുണ്ടാവും, എന്നിട്ട് എഴുന്നേറ്റ് പോയതായിരിക്കും എന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയും ആയിരിക്കാം സാർ, ശരി എന്ന് പറഞ്ഞ് അവരും കോൾ കട്ട് ചെയ്യുന്നു. ഉറങ്ങാനുള്ള സമയമായി. 2 പേരും ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കുട്ടികളെ ഉറങ്ങാൻ കിടത്തുന്നു. ശരി എന്ന് പറഞ്ഞ് 2 കുട്ടികളും ഉറങ്ങാണ്. ഇപ്പോൾ ഹീറോയിനും സ്വന്തം റൂമിൽ വന്ന് ഉറങ്ങാനായി കിടക്കുന്നു. അവർ നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കി നടന്നു വരുന്നു. ആരാണെന്ന് അറിയില്ല. ഇപ്പോൾ വന്ന ആള് പതുക്കെ അവരുടെ മുഖത്തിനടുത്തേക്ക് കൈ കൊണ്ടുവരുന്നു. പെട്ടെന്ന് അവരുടെ വായ പൊത്തുന്നു. അവരും ആരാണെന്ന് ചോദിച്ച് പേടിച്ചെഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ വിക്കിയാണ് കൈവച്ചിരിക്കുന്നത്. മിണ്ടാതിരിക്കും ചേച്ചി, എല്ലാ വാതിലും തുറന്നു കിടക്കാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, വല്ല കള്ളന്മാരും വന്നിട്ടുണ്ടാവും, നമുക്ക് പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുന്നു. അവരും നന്നായി പേടിക്കുന്നുണ്ട്. ഇപ്പോൾ വേഗത്തിൽ കുട്ടികളിരിക്കുന്ന റൂമിലേക്ക് വരുന്നു. കുട്ടികൾ 2 പേരെയും എടുക്കുന്നു. വേഗത്തിൽ വീട് വിട്ട് പുറത്തിറങ്ങുന്നു. വന്നവർ നായയെ വിളിക്കാനായി അതിനെ ഉറക്കെ വിളിക്കുന്നു. അതുപോലെ കള്ളൻ കള്ളൻ എന്നെല്ലാം ഒച്ച വയ്ക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടല്ലോ, അതിനാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്. എന്നാൽ ആരും വരുന്നതായി കാണുന്നില്ല. അതുപോലെ കള്ളന്മാർ ഉണ്ടായിരുന്നെങ്കിൽ ഓടിപ്പോയേനെ, പക്ഷെ കള്ളന്മാർ ഓടുന്നതായും കാണുന്നില്ല. നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാവും. കാറ്റത്ത് വാതിൽ തുറന്നതായിരിക്കും, വാ ഉറങ്ങാ എന്ന് പറഞ്ഞ്
ചേച്ചി അനീനെയും കൂട്ടി വീടിനുള്ളിലേക്ക് പോകുന്നു. ഹീറോയിൻ നന്നായി ഉറങ്ങുകയാണ്. അപ്പോഴാണ് അവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ വിചിത്രമായ ശബ്ദം കേൾക്കുന്നത്. എന്ത് ശബ്ദമാണിത് എന്ന് അവരും ആലോചിച്ച് കണ്ണു തുറക്കുന്നു. പുറത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത്. പുറത്തു നിന്നാണോ അതോ വീടിനുള്ളിൽ നിന്നാണോ എന്ന് അവർ കൺഫ്യൂഷനിലാവുന്നു. ശരി, എല്ലാവരും ഉറങ്ങുകയാണോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെ റൂമിലായി വന്ന് നോക്കുകയാണ്. അനിയൻ നന്നായി ഉറങ്ങുന്നുണ്ട്. കുട്ടികൾ രണ്ടുപേരും നന്നായി ഉറങ്ങുന്നു. പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാമെന്ന് കരുതി അവരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ വരുമ്പോൾ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറക്കുന്നു. നായും അവിടെ ആരെയോ കണ്ട് കുരയ്ക്കുന്നുണ്ട്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുപോലെ മരത്തിന്റെ കൊമ്പ് തനിയെ താഴേക്ക് ചായുന്നു. ഇതെങ്ങനെ തനിയെ ചായുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ പേടിച്ചുകൊണ്ട് അവരും വീടിനുള്ളിലേക്ക് പോകുന്നു. ഹീറോയിനും രാത്രി നടന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ജോലി ചെയ്യാണ്. ഇപ്പോൾ അനിയൻ വിക്കി നായയ്ക്ക് ഭക്ഷണം റെഡിയാക്കുന്നു. ഇപ്പോൾ അത് വെക്കാനായി പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ നായയെ കാണാനില്ല. ഈ നായ എവിടെ പോയി എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായി തിരയുന്നുണ്ട്. നോക്കുമ്പോൾ കാട്ടുപ്രദേശത്ത് ഒരിടം മാന്തുകയാണ്. ഇവിടെ എന്താ മാന്തുന്നത് എന്ന് കരുതി അവനും അടുത്തുപോയി കയ്യിൽ തൊടുന്നു. അതെന്ത് ദേഷ്യത്തിലായിരുന്നോ എന്തോ അവന്റെ കയ്യിൽ കടിക്കുന്നു. ഇപ്പോൾ അനിയനും ചേച്ചി ഇരുത്തി ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഹീറോയിന് ചില ശബ്ദങ്ങൾ കേട്ടല്ലോ, അതുപോലെ അനിയനും ശബ്ദം കേട്ടിട്ടുണ്ടത്രേ. അതുപോലെ ഈ വീട്ടിൽ വന്നത് മുതൽ നായയുടെ സ്വഭാവം ശരിയല്ല ചേച്ചി, ഇന്ന് എന്റെ കയ്യിൽ കടിച്ചു. ഈ വീട്ടിൽ തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയുന്നു. അവർക്കും അത് തോന്നുന്നുണ്ട്. എങ്കിലും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇതൊന്നും സംസാരിക്കണ്ട എന്ന് കരുതുന്നു. നീ പേടിച്ച് വെറുതെ കുട്ടികളെയും പേടിപ്പിക്കാതെ, ഈ വീട്ടിൽ നീ കരുതുന്ന പോലെ ഒന്നുമില്ല എന്ന് അനിയനോട് പറയുന്നു. ഇപ്പോൾ ഹീറോയിനും വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഇന്നലെ വിചിത്രമായ ശബ്ദം കേട്ടല്ലോ, അതുപോലെ ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കണം എന്ന് ചിന്തിക്കുന്നു. പുറത്ത് ഇരുട്ടായതുകൊണ്ട് ഒരു ടോർച്ച് ലൈറ്റ് എടുക്കുന്നു. എന്താണെന്ന് നോക്കാനായി നടന്നു വരികയാണ്. കല്ലുകൾ അടുക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ കുറെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ശക്തി അവരുടെ കൈ തട്ടി മാറ്റുന്നു. അവരുടെ ലൈറ്റ് താഴെ വീഴുന്നു. അവർ വേഗം അതെടുത്ത് ആരാണ് തട്ടി മാറ്റിയത് എന്ന് നോക്കുന്നു. അവിടെ ആരുമില്ല. എന്നാൽ ആരോ സ്പർശിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അവർ ശരിക്കും പേടിക്കുകയാണ്. വീട്ടിലേക്ക് ഓടാമെന്ന് കരുതി വേഗത്തിൽ അവരും വീട്ടിലേക്ക് ഓടുന്നു. ഈ ഡീൽ ശരിയാക്കി തന്ന ബ്രോക്കറെ കാണാനായി വരുന്നു. ഈ വീട്ടിൽ അമാനുഷികമായ പലതും നടക്കുന്നുണ്ട്, ഞങ്ങളുടെ പണം തിരികെത്താ എന്ന് ചോദിക്കുന്നു. അതെങ്ങനെ മാഡം തരാൻ പറ്റും? നിങ്ങൾ കരുതുന്ന പോലെ ആ വീട്ടിൽ ഒരു ദുശക്തിയും ഇല്ല. നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൂട്ടാണ്. നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ ശരി, ഞാൻ വിൽക്കാൻ ശ്രമിക്കാം, പക്ഷെ പെട്ടെന്ന് ഈ ഡീൽ നടക്കില്ല, കുറച്ച് മാസങ്ങളെടുക്കും എന്നെല്ലാം പറയുന്നു. ഹീറോയിന്റെ ഭർത്താവിന്റെ പേര് വിജയ് എന്നാണ്. വിജയ് ഒരു ആർമി മാൻ ആണ്. ഇപ്പോൾ ഭർത്താവിന്റെ ഫോട്ടോ സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഭർത്താവും അവരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യത്തിൽ ഹീറോയിന്റെ അച്ഛൻ കിടപ്പിലായിരുന്നു. ഹീറോയിൻ അദ്ദേഹത്തെ വീട്ടിൽ വെച്ച് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊന്നും ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മക്കൾക്ക് വേണ്ടി മാത്രമേ എനിക്ക് പണിയെടുക്കാൻ കഴിയൂ, നിന്റെ അച്ഛന് വേണ്ടി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. അതുമല്ല, നിന്റെ അച്ഛനെ കുറിച്ച് നീ ഒരുപാട് പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ ഒരാളെ നീ എന്തിനാണ് സഹായിക്കാൻ നോക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും എന്നെ വളർത്തിയ ആളാണ്, ഞാൻ സഹായിക്കണം എന്നെല്ലാം അവർ പറയുന്നുണ്ട്. എന്നെ കൊണ്ട് അത് പറ്റില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വീട് വിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഭർത്താവ് അവരെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഹീറോയിന് പൂജ എന്നൊരു ഫ്രണ്ട് ഉണ്ട്. ഹീറോയിൻ പൂജയെ കാണാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ പൂജയോട് ഒന്നും സംസാരിക്കാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നീ വന്നിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പൂജ ചോദിക്കുന്നു. അവർ നടന്ന കാര്യങ്ങളൊന്നും പൂജയോട് പറയണ്ട എന്ന് കരുതുന്നു. ഒന്നുമില്ല, ഞാൻ മറ്റൊരു ദിവസം വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. അവരുടെ നായയെ കാണാതായിരുന്നു. എന്നാൽ ഇവർ വരുമ്പോൾ വാതിൽക്കൽ നായ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ നായയെ തൊടാനായി അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ നായ വളരെ അക്രമാസക്തമായി ഇവരെ നോക്കി കുരയ്ക്കുന്നുണ്ട്. അവരെല്ലാവരും ആ നായയെ കണ്ട് പേടിക്കുകയാണ്. ഈ നായയ്ക്ക് എന്ത് പറ്റി എന്നവർ പരസ്പരം ഭയത്തോടെ സംസാരിക്കുന്നു. ഇപ്പോൾ ഉറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഹീറോയിൻ ഉറങ്ങുന്നതിന് മുമ്പ് ലോഷൻ പോലെ എന്തോ പുരട്ടാറുണ്ട്. ഇപ്പോൾ കാലിലൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുരട്ടുമ്പോൾ പെട്ടെന്ന് ആരോ അവരെ ബെഡിലേക്ക് തള്ളിയിടുന്നു. അങ്ങനെ തള്ളിയിട്ട ആള് അവരുമായി ബന്ധപ്പെടുകയാണ്. ഒരു പ്രേതമാണ് അവരുമായി ബന്ധപ്പെടുന്നത്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവരും നിലവിളിക്കാൻ തുടങ്ങുന്നു. അവർ കരയുന്ന ശബ്ദം കേട്ട് അനിയൻ അവിടേക്ക് വരുന്നു. എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. റേപ്പ് നടന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കുറച്ച് സമയത്തിനകം കുട്ടികളും അവിടേക്ക് വരുന്നു. എന്ത് പറ്റി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് അവർ പറയുന്നുണ്ട്. ചേച്ചി എന്തോ കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് അനിയന് മനസ്സിലാവുന്നു. ഞാൻ പുറത്തല്ലേ കിടക്കുന്നത്, എന്തുണ്ടെങ്കിലും പറഞ്ഞു എന്ന് അവൻ പറയുന്നുണ്ട്. ചേച്ചിയും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഇരുന്ന് പുസ്തകം വായിക്കുകയാണ്. അടുത്ത് പാലുണ്ട്. ആ പാല് ഗ്ലാസ് ചെറുതായി അനങ്ങുന്നു. വെള്ളം അനങ്ങുന്നത് വ്യക്തമായി അറിയാമല്ലോ, അതുപോലെ നമുക്ക് കാണാം. ഇപ്പോൾ പോകെ പോകെ ആ മുറി മൊത്തം കുലുങ്ങാണ്. എന്താ എത്രയ്ക്ക് കുലുങ്ങുന്നത് എന്ന് കരുതി അവർ പേടിക്കുകയാണ്. ഇത് പ്രേതത്തിന്റെ പണിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവരും പേടിച്ച് വേഗത്തിൽ അവിടെ നിന്ന് ഓടുന്നു. അനിയൻ പുറത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അനിയനോട് ഈ കാര്യം പറയുന്നു. അനിയൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരെയും എടുത്ത് പുറത്തേക്ക് പോകാൻ പറയുന്നു. ഇപ്പോൾ എല്ലാവരെയും കൂട്ടി പുറത്തേക്ക് വരാണ്. എന്നാൽ അവർ വന്ന വേഗത്തിൽ താക്കോൽ എടുത്തിരുന്നില്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ താക്കോൽ പോയി എടുത്തിട്ട് വരാമെന്ന് ഹീറോയിൻ പറയുന്നു. ഇപ്പോൾ ഹീറോയിൻ അകത്തേക്ക് വരുന്നുണ്ട്. വീണ്ടും എല്ലാ സാധനങ്ങളും താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും പേടിക്കുകയാണ്. ഇപ്പോൾ താക്കോലെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് ഓടി വരുന്നു. വന്നവർ കാറെടുത്ത് പോകാൻ തുടങ്ങുന്നു. ഭൂമി കുലുക്കം വന്നതുപോലെ വീട് മുഴുവൻ ആടിയിരുന്നു. എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് ഹീറോയിൻ കരുതിയത്. എന്നാൽ എല്ലാവരും എന്തിനാണ് നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മാത്രമാണ് ഇത് അനുഭവിച്ചത് എന്ന് ഹീറോയിന് മനസ്സിലാവുന്നത്. ഹീറോയിന്റെ ഫ്രണ്ട് പൂജയുടെ വീട്ടിലേക്കാണ് ഹീറോയിൻ വന്നിരിക്കുന്നത്. പൂജയും അവർക്ക് എല്ലാവർക്കും കിടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ഇപ്പോൾ അനിയനും എന്തു പറ്റി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവർ വീട്ടിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു.
എന്താ ചേച്ചി പറയുന്നത്, എല്ലാ സാധനങ്ങളും താഴെ വീണെന്നോ എന്നവൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു. അതെ, നീ പോയി ഉറങ്ങുക എന്ന് പറഞ്ഞ് അവരും പുറത്തു പോയി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ പൂജയും എന്താണെന്ന് സംസാരിക്കാനായി വരുന്നു. അവർ പൂജയോടാണ് നടന്ന റേപ്പിനെ കുറിച്ച് പറയുന്നത്. എന്ത്, റേപ്പ് നടന്നെന്നോ എന്ന് പൂജയ്ക്ക് ഷോക്കാവുന്നു. വല്ല കള്ളനും വീടിനുള്ളിൽ കയറിയോ എന്നെല്ലാം ചോദിക്കുന്നു. കള്ളനൊന്നും കയറിയില്ല, ഒരു പ്രേതമാണ് എന്നോട് ബന്ധപ്പെട്ടത് എന്ന് പറയുന്നു. എന്നാൽ ഈ കാര്യം പൂജയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ വല്ലാത്ത ഡിപ്രഷനിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയുന്നു. ഇവർ ആ കുടുംബത്തെ ശ്രദ്ധിക്കുന്നത് ഭർത്താവ് കണ്ട് ദേഷ്യപ്പെടുന്നു. ഭർത്താവിനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നിനക്ക് ആ കുടുംബമാണോ വലുത്? ഇനി എത്ര നാളാണ് അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നെല്ലാം ഭർത്താവ് ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കേണ്ട, പോവാ എന്ന് അനിയനോട് പറയുന്നു. ഇപ്പോൾ അവരെല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഹീറോയിന് വീടിനുള്ളിലേക്ക് പോകാൻ തന്നെ പേടിയാണ്. പതുക്കെയാണ് വീടിനുള്ളിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു നോക്കുമ്പോൾ കുറെ സാധനങ്ങൾ താഴെ വീണ് കിടക്കുന്നു. അവരുടെ കൺമുന്നിലും ചില സാധനങ്ങൾ വീഴുന്നുണ്ട്. സാധനങ്ങൾ താഴെ വീണത് അവർ മാത്രമാണ് ശ്രദ്ധിച്ചത്. അനിയനൊന്നും കണ്ടിട്ടില്ല. അനിയനും വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. ഇപ്പോൾ ഓരോ സ്ഥലമായി വേഗത്തിൽ തിരയുന്നു. അനിയന് പ്രേതമാണെന്ന് വലിയ സംശയമൊന്നുമില്ല. എന്നാൽ നായികയ്ക്ക് പ്രേതമാണ് ഈ കാര്യം ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർ കള്ളനൊന്നും കയറിയില്ല, നമുക്ക് ഉറങ്ങാൻ പോവാം എന്നെല്ലാം പറയുന്നു. ഹീറോയിന് വീട്ടിൽ തനിച്ച് കിടക്കാൻ പേടിയാണ്. വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നോ എന്ന് പൂജയോട് പറഞ്ഞിട്ടുണ്ട്. പൂജയും അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാനായി വീട്ടിലേക്ക് വരുന്നു. ഈ പ്രേതവും പിശാചും ഒന്നും ഇല്ല, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ നീ പോയി കാണ് എന്നെല്ലാം പൂജ പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ഹീറോയിനും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഉറങ്ങാനായി രണ്ടുപേരും റൂമിലേക്ക് വരുന്നു. കിടന്നുറങ്ങാനും തുടങ്ങുന്നു. ഹീറോയിന് പ്രേതം അറ്റാക്ക് ചെയ്യുമോ എന്ന ഭയമൊക്കെ ഉണ്ട്. എന്നാൽ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ആ പ്രേതം അറ്റാക്ക് ചെയ്യുന്നേയില്ല. ഇപ്പോൾ രാവിലത്തെ സമയം. ഹീറോയിൻ ജോഗിങ്ങിന് ഓടുകയാണ്. പാലത്തിന് താഴെ വന്ന് എക്സസൈസ് ചെയ്യാമെന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ കാർ പാലത്തിന്റെ നടുവിൽ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഇതെങ്ങനെ പാലത്തിന്റെ നടുവിൽ വന്നു? ആരെങ്കിലും കൊണ്ടുവന്നതാണോ എന്ന് ചിന്തിക്കുന്നു. സത്യത്തിൽ ആര് കൊണ്ടുവന്നാലും കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. കൊണ്ടുവന്നയാൾ കാറിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതി കാറ് നോക്കാനായി വരുന്നു. എന്നാൽ കാറിൽ ആരെയും കാണുന്നില്ല. എന്താ ആരെയും കാണാത്തത് എന്ന് ചിന്തിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാർ ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ടായി ഇവരെ ഫോളോ ചെയ്യുന്നു. അവരും പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. ഭാഗ്യത്തിന് ആ കാറിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ കാറ് നോർമലായി അവരുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഫ്രണ്ടിനോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. അതുകൊണ്ട് ഫ്രണ്ടിനോടും ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഹീറോയിന് ജോലിക്ക് പോകാൻ സമയമായി. കുട്ടികളെ നോക്കിക്കൊണ്ടേന്ന് അനിയനോട് പറയുന്നു. ഇപ്പോൾ കാറിനടുത്തേക്ക് പേടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ പേടിച്ചുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. അവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ കാർ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിവേഗത്തിൽ പോവാണ്. കാർ ഓട്ടോമാറ്റിക്കായി പോകുന്നത് കണ്ട് അവർ പേടിക്കുകയാണ്. നിർത്ത് എന്നല്ല അവർ പറയുന്നുണ്ട്. കാർ ഒരു മലയുടെ മുകളിൽ പോയി നിൽക്കുന്നുണ്ട്. അവരും പതുക്കെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മലയുടെ മുകളിലാണ് വണ്ടി നിന്നതെന്ന് അറിഞ്ഞതും ഞെട്ടിപ്പോവാണ്. പൂജ ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞിരുന്നല്ലോ. ആ ഡോക്ടറെ കാണാനാണ് ഹീറോയിൻ വന്നിരിക്കുന്നത്. ഡോക്ടറും നിങ്ങൾ ഭർത്താവുമായി പിരിഞ്ഞല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതെ, 3 വർഷമായി എന്നവർ പറയുന്നു. നിങ്ങൾക്കും സെക്ഷൽ നീഡൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് എന്നവർ ദേഷ്യപ്പെടുന്നു. കാര്യമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. റേപ്പ് നടന്നതായി നിങ്ങൾ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നു. അതെ, റേപ്പ് നടന്നു എന്നവർ പറയുന്നു. കണ്ണു കാണാത്ത പ്രേതമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾ പൂജയോട് പറഞ്ഞിരിക്കുന്നു. പ്രേതമൊന്നും ഇല്ല മാഡം, എല്ലാം നമ്മുടെ ഹാലുസിനേഷൻ മാത്രമാണ്. ഭർത്താവുമായി പിരിഞ്ഞിരിക്കുന്ന ഈ 3 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് ലൈംഗിക ആവശ്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. അതെങ്ങനെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ലൈംഗിക ആവശ്യം പൂർത്തീകരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പ്രേതം കാരണമാണത് നടന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നു. ആദ്യം ആ പ്രേതം അവരുമായി ബന്ധപ്പെടുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ എന്നാണോ അവർ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്നത് അന്നു മുതൽ അറ്റാക്ക് ചെയ്യാനും തുടങ്ങി. ഹീറോയിനും ഇപ്പോൾ നന്നായി പേടിച്ചിരിക്കുകയാണ്. ബാത്റൂമിൽ വന്ന് കുളിക്കുകയാണ്. അപ്പോൾ പ്രേതത്തിന്റെ അനക്കം തുടങ്ങുന്നു. അവരും ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നെ വിടൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രേതം വളരെ ക്രൂരമായി അവരോട് പെരുമാറുന്നു. രാവിലെ അവരും ഡോക്ടറെ കാണാനായി വരുന്നു. എന്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്, നോക്കുന്നോ എന്ന് പറഞ്ഞ് ഓരോ മുറിവായി കാണിക്കുന്നു. നോക്കുമ്പോൾ ആ പ്രേതം വളരെ മോശമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പറയാൻ പോകുന്നത്? ഈ മുറിവും സത്യമല്ലെന്നാണോ പറയാൻ പോകുന്നത് എന്ന് ഹീറോയിൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. തീർച്ചയായിട്ടും മുറിവ് സത്യമാണ് മാഡം, പക്ഷെ അത് എങ്ങനെയുണ്ടായി എന്നതാണ് ചോദ്യം. പ്രേതം കാരണം ഉണ്ടായതാണെന്ന് നിങ്ങൾ പറയുന്നു. പ്രേതം കാരണം ഉണ്ടാവാൻ സാധ്യതയില്ല, നിങ്ങളാൽ തന്നെ സംഭവിച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറയുന്നു. എത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ലേ? ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുന്നു. അവർ പോകാൻ ഒരുങ്ങുമ്പോൾ വണ്ടി കിട്ടുന്നില്ല. ആ വഴി ഡോക്ടർ വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, കയറു എന്ന് പറയുന്നുണ്ട്. വേണ്ട എന്ന് പറയുന്നു. കയറു മാഡം എന്ന് പറഞ്ഞ് അദ്ദേഹവും കാറിൽ കയറ്റുന്നു. ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തിനാണ് ആന്റിക്ക് ഷോപ്പ് വെക്കണമെന്ന് തോന്നിയത് എന്ന് ചോദിക്കുന്നു. ഞാൻ വെക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. എന്റെ സ്റ്റെപ്പ് ഫാദർ ആന്റിക് ഷോപ്പ് വെച്ചിരുന്നു, അത് ഞാൻ തുടരാം എന്ന് കരുതിയാണ് തുടരുന്നത് എന്നവർ പറയുന്നു. അതുപോലെ വിക്കിയെ കുറിച്ച് പറയുമ്പോൾ സ്റ്റെപ്പ് ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ ബ്രദർ അല്ലേ എന്ന് ചോദിക്കുന്നു. യഥാർത്ഥ ബ്രദർ അല്ല, എന്റെ രണ്ടാനച്ഛന്റെ മകനാണ് വിക്കി എന്നെല്ലാം പറയുന്നു. ഹീറോയിന് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ അസുഖം വന്ന് മരിച്ചുപോയിരുന്നു.
അമ്മ രണ്ടാമത് വിവാഹം കഴിക്കാമെന്ന് കരുതിയാണ് രണ്ടാം അച്ഛനെ വിവാഹം കഴിക്കുന്നത്. രണ്ടാം അച്ഛന് വിക്കി മകനായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനോ രണ്ടാം അച്ഛനോ നിങ്ങളെ ഭയങ്കരമായി അടിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്റെ അച്ഛൻ വളരെ നല്ല ആളാണ്, എന്റെ മേൽ കൈ വെച്ചിട്ടേ ഇല്ല, എന്റെ മേൽ അദ്ദേഹത്തിന് വലിയ സ്നേഹം ഉണ്ടായിരുന്നു എന്നെല്ലാം അവർ പറയുന്നു. അപ്പോൾ രണ്ടാം അച്ഛനോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വിടൂ എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവരും രണ്ടാം അച്ഛനെ കുറിച്ച് പറയുന്നു. രണ്ടാം അച്ഛൻ ഇവർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തെറ്റായ രീതിയിൽ കൈവെക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയോട് പറയാമായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ എന്റെ അമ്മ തയ്യാറായിരുന്നില്ല എന്ന് അവർ പറയുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭർത്താവിനോട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ വിഷയമാണ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളും തമ്മിൽ പിരിയാൻ കാരണമായത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ വിഷയം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. എന്റെ രണ്ടാം അച്ഛന് വയ്യാതെയായി, അദ്ദേഹത്തെ നോക്കാനായി ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു, അതൊന്നും എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനത്തെ ഒരാളെ നീ എന്തിനാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ച് എന്നോട് ദേഷ്യപ്പെട്ടു. എന്നാലും അദ്ദേഹം മനുഷ്യനല്ലേ, അദ്ദേഹത്തെ അങ്ങനെ വിടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നോക്കിയത് എന്ന് പറയുന്നു. ഇപ്പോഴും പ്രേതമുണ്ടെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നില്ല. രണ്ടാം അച്ഛൻ കാരണം ഇവർക്ക് അബ്യൂസ് നടന്നിട്ടുണ്ട്. ആ അബ്യൂസ് ഇവരുടെ മൈൻഡിലോടി സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടായി. ഇവർ അവരെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണെന്ന് കരുതുന്നു. ശരി മാഡം, ഞാൻ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അവരും വാതിൽക്കൽ വരെ വന്ന് യാത്രയാക്കുന്നുണ്ട്. ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണ്. അമ്മയും കേക്ക് റെഡി എന്ന് പറഞ്ഞ് ടേബിളിൽ വെക്കുന്നു. ഇപ്പോൾ ഒരു കസേര വലിച്ചു കൊണ്ടുവന്ന് ഇടാം എന്ന് കരുതി എടുത്തുകൊണ്ട് വരികയാണ്. പെട്ടെന്നൊരു ശക്തി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇവർ തെറിച്ചുപോയി താഴെ വീഴാണ്. അനിയനും എന്ത് പറ്റിയെന്ന് നോക്കാനായി വരുന്നുണ്ട്. ആ ശക്തി അനിയനെയും അറ്റാക്ക് ചെയ്യുന്നു. അനിയനും വീട്ടിൽ നടന്നതിനെ പറ്റി ആ ഡോക്ടറോട് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിന്റെ വീട്ടിൽ നടക്കുന്നത് നമ്മളെ കാണിക്കുന്നു. ഹീറോയിൻ കിടക്കുമ്പോൾ ആ പ്രേതം വരുന്നുണ്ട്. കുറേശ്ശെയായി ഡ്രസ്സെല്ലാം റിമൂവ് ചെയ്യുന്നു. ആ പ്രേതവും ഇവരുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ഹീറോയിനും സെക്ഷൽ ഫീലിംഗ് വളരെ കൂടുന്നുണ്ട്. ഹീറോയിൻ തടുക്കാതെ മിണ്ടാതിരിക്കുന്നു. എന്നാൽ പോകെ പോകെ ആ പ്രേതം വളരെ മോശമായി പെരുമാറുന്നു. ഇവരേട്ട് അടിക്കുന്നു, ഇവരുമായി ബന്ധപ്പെടുന്നു. ഇവർ കരഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാം വരുമല്ലോ, അതുകൊണ്ട് കരയാതെ കഷ്ടപ്പെട്ട് ഇവർ കൺട്രോൾ ചെയ്തിരിക്കുന്നു. ആ പ്രേതം ദിവസവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വീട് വിട്ട് ഇവർക്ക് പോകാൻ കഴിയുന്നില്ല. ഇവരുടെ ശരീരം മുഴുവൻ മുറിവുകളാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് ഇവർ ഭയങ്കരമായി ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടറെ കാണാനായി വരുന്നുണ്ട്. ഡോക്ടറോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കൂ, പ്രേതമാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കൂ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ, നിങ്ങൾ ഇത്രയും പറയുന്നതുകൊണ്ട് എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് നോക്കാം. പ്രേതത്തെ ഓടിക്കുന്ന പണിയാണ് അവൻ ചെയ്യുന്നത്. അവനെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാം എന്നെല്ലാം പറയുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാനായി ഫ്രണ്ട് വന്നിട്ടുണ്ടാവും. ഫ്രണ്ടിനോട് ഇവർ ഡോക്ടർ സംസാരിച്ചതിനെ പറ്റിയെല്ലാം പറയുന്നു. ഫ്രണ്ടിന്റെ കൂടെ ഭർത്താവും വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോകണം, വേഗം വാ എന്ന് ഫ്രണ്ടിനെ വിളിക്കുന്നു. ഞാൻ പോകുന്നു, തൽക്കാലം ഇറങ്ങുകയാണ് എന്ന് ഫ്രണ്ട് ഇവരോട് പറഞ്ഞിട്ട് പോവാണ്. ഹീറോയിൻ മാത്രമാണ് വീട്ടിൽ തനിച്ചുള്ളത്. പെട്ടെന്ന് സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി നീങ്ങുന്നു. ഒരു ശക്തി ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഇവർ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുന്നു. ഫ്രണ്ട് അപ്പോഴും പോയിട്ടുണ്ടാവില്ല, വാതിൽക്ക് തന്നെ ഉണ്ടാവും. ഇപ്പോൾ വേഗത്തിലുള്ളിൽ വന്ന് എന്തു പറ്റിയെന്ന് നോക്കുന്നു. ഫ്രണ്ടിന്റെ കൺമുന്നിൽ ഹീറോയിൻ കാറ്റിൽ പറക്കുകയാണ്. ഇത് കാണുന്ന ഫ്രണ്ടും ഫ്രണ്ടിന്റെ ഭർത്താവും ഷോക്കാവുന്നു. ഞാൻ പറഞ്ഞത് നീ കണ്ടില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. ഫ്രണ്ടും കണ്ടു എന്ന് പറയുന്നു. ഇപ്പോൾ നീ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഫ്രണ്ട് സമ്മതിക്കുന്നു. ഇതെല്ലാം കണ്ട ഭർത്താവ് നന്നായി പേടിക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, വാ പോവാമെന്ന് പറഞ്ഞ് ഇപ്പോൾ പൂജയും ആ സ്ഥലം വിട്ടു പോകുന്നു. ഹീറോയിൻ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ആ ഫോറിൻ കപ്പിൾ അവിടേക്ക് വരുന്നത്. 500 രൂപ കൊടുത്ത് വാങ്ങി പോയവരാണല്ലോ, അത് തിരികെ തരാനാണ് വന്നിരിക്കുന്നത്. എന്റെ ഭാര്യയുടെ സ്വപ്നത്തിൽ തുടർച്ചയായ ഒരു വയസ്സായ മുത്തശ്ശി വരുന്നു. ഈ സാധനം കൊണ്ടുപോയി ആ കടക്കാരി പെണ്ണിന് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പേടിച്ചത് തിരികെ തരാൻ വന്നത്. ഞങ്ങൾക്ക് പണമൊന്നും തിരിച്ചു വേണ്ട, ഇത് നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നു. ആ ടിബറ്റൻ മുത്തശ്ശി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിവർ ചിന്തിക്കുന്നു. ഇവർ ജോലി കഴിഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ റോഡ് മുഴുവൻ തിരക്കാണ്. ഇവരും കാർ എടുക്കാനായി നടന്നു വരികയാണ്. ഇപ്പോൾ കാറിനടുത്ത് വന്നവർ കാർ എടുത്ത് പോകാൻ നോക്കുന്നു. എന്നാൽ പ്രേതം ഇവർക്ക് പിന്നിൽ വരുന്നു. വന്ന പ്രേതം ഇവരുടെ ബ്ലൗസ് എല്ലാം കീറാൻ തുടങ്ങുന്നു. ഇവരും പേടിച്ച് വേഗത്തിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. ഇവർ കഷ്ടപ്പെടുന്നത് ചുറ്റുമുള്ള ആരും കാണുന്നില്ല. ഷട്ടറിനുള്ളിൽ കയറി ഷട്ടർ അടയ്ക്കുന്നുണ്ട്. ഇവർ ഉള്ളിൽ വന്നതിന് ശേഷവും ആ പ്രേതം അടങ്ങുന്നില്ല. വാതിലിൽ തട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ മുത്തശ്ശി തന്ന സാധനം കാണുന്നത്. ആ സാധനം കാണിക്കുന്നു. തട്ടുന്ന ശബ്ദം നിൽക്കുന്നു. ആ സാധനം വഴി ഇവരും വീട്ടിലെത്തുന്നു. ഈ സാധനം വെച്ച് വീട്ടിലെ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്ത് നോക്കാം എന്നെല്ലാം ഇവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ആ സാധനം വെച്ച് ഇവർ ഓരോ സ്ഥലത്തായി വരികയാണ്. അത് നേരിട്ട് ഇവരെ ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ സാധനങ്ങൾ വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് കയ്യിൽ വെച്ചുകൊണ്ട് ആ പ്രേതത്തോട് ഇവർ പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ആ സ്ഥലത്ത് ശക്തിയായി കാറ്റടിക്കുന്നുണ്ട്. ഇവരെല്ലാവരും അന്തരീക്ഷത്തിൽ പറക്കുകയാണ്. 2 പെൺമക്കളെയും രക്ഷിക്കണമെന്ന് ഹീറോയിൻ ചിന്തിക്കുന്നു. വലിയ മകളെ കഷ്ടപ്പെട്ട് രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചെറിയ മകൾ കാറ്റിൽപ്പെട്ട് പറന്നു പോകുന്നു. ഈ വീട് വിട്ട് പുറത്തേക്ക് പോവാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മകൾ എവിടെ പോയെന്ന് നോക്കാനായി പുറത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴാണ് ഈ ഡോക്ടറും അവിടേക്ക് വരുന്നത്. ഇവരും ഡോക്ടറോട് പേടിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്, അയാൾ സഹായിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന ആളുടെ പേര് മുകേഷ് എന്നാണ്. അദ്ദേഹം ഇതിനു മുമ്പും പല പ്രേതങ്ങളെയും ഓടിച്ചിട്ടുണ്ട്. അദ്ദേഹവും അടുത്തു വന്ന് ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. വിഷമിക്കാതെ, ഞാൻ സഹായിക്കുമെന്ന് പറയുന്നു. ഇവരും വീടിനുള്ളിൽ നടന്നതിനെ പറ്റി പറയുന്നു. ഇപ്പോൾ മുകേഷും വീടിനുള്ളിൽ ചെക്ക് ചെയ്യാനായി വരുന്നു.
പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതിന്റെ അടയാളങ്ങളെല്ലാം അവിടെയുണ്ട്. ഫീൽ ചെയ്ത് നോക്കിയ മുകേഷ് ഇതൊരു സാധാരണ പ്രേതമായി തോന്നുന്നില്ല, വളരെ മോശമായ പ്രേതമായാണ് തോന്നുന്നത്. നിങ്ങളുടെ മകളെ അതാണ് കൊണ്ടുപോയത്. വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും രക്ഷിക്കാം, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നു. ഹീറോയിനും ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. ഇപ്പോൾ മകളെ കൊണ്ടുപോയ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു ഭാഗത്തെത്തുന്നു. ആ ഭാഗത്തെത്തുമ്പോൾ ചില കാര്യങ്ങൾ തോന്നുന്നു. അതായത് നാട് മുഴുവൻ ചേർന്ന് ഒരാളെ ക്രൂരമായി അടിച്ചു കൊല്ലുന്നത് പോലത്തുള്ള ദൃശ്യങ്ങൾ തോന്നുന്നു. ഇപ്പോൾ മുകേഷും ആ സ്ഥലത്ത് എന്ത് നടന്നുവെന്ന് ഫീൽ ചെയ്ത് നോക്കുന്നു. നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഈ സ്ഥലത്ത് 100-ൽ പരം ബോഡികളുണ്ട് എന്നാണ്. സത്യത്തിൽ ഒരു നാട്ടിൽ വളരെ മോശമായ കുറ്റം ചെയ്തവരെ നാട്ടുകാർ ക്രൂരമായി കൊല്ലാറുണ്ടല്ലോ. അങ്ങനെ മരിച്ചവരുടെ ബോഡിയാണ് ഈ സ്ഥലത്തുള്ളത്. ഈ കൂട്ടത്തിൽ ഒരു റേപ്പിസ്റ്റും ഉണ്ട്. നിങ്ങളോട് മോശമായി പെരുമാറിയത് ആ റേപ്പിസ്റ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹീറോയിൻ ഈ വീട്ടിൽ ആദ്യമായി വന്ന സമയത്ത് മിന്നൽ അടിച്ചല്ലോ, ആ മിന്നൽ കാരണമാണ് ഈ സ്ഥലം തുറന്നത്. അതിലൂടെയാണ് പ്രേതങ്ങളെല്ലാം പുറത്തു വന്നത് എന്നെല്ലാം ഇദ്ദേഹം പറയുന്നു. പ്രേതങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടാവും എന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരോട് പൂജയൊക്കെ ചെയ്തത്. ഹീറോയിൻ രക്ഷയ്ക്കായി ഒരു ഡോളർ ഉപയോഗിച്ചിരുന്നല്ലോ, അതിൽ ദേഷ്യം വന്നിട്ടാണ് മകളെ തട്ടിക്കൊണ്ടുപോയതെന്ന് മുകേഷ് പറയുന്നു. ആ ഡോളർ വഴി മാത്രമേ നിങ്ങൾക്ക് മകളെ കണ്ടെത്താൻ കഴിയൂ. ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ തന്നെ ഉള്ളിൽ പോകണം എന്നെല്ലാം പറയുന്നു. ഉള്ളിൽ ഗുഹ പോലെയാണ്. ഇവരും അവർക്കായി പോകാൻ കുഴിയെടുക്കുകയാണ്. മുകേഷും ഡോക്ടറും ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ആ പ്രേതത്തിന് മനസ്സിലാവുന്നുണ്ട്. എല്ലാ പ്രേതങ്ങളും ദേഷ്യപ്പെട്ട് ഇവർ രണ്ടുപേരെയും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു. പോകെ മുകേഷിനും ഡോക്ടർക്കും അവിടെ അടി കിട്ടുന്നു. പോ എന്ന് മുകേഷ് ഒച്ച വയ്ക്കുന്നുണ്ട്. വലിയ മകൾ ഇവിടെ തന്നെയുണ്ട്, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ഒരിടത്ത് നിർത്തുന്നു. ഇപ്പോൾ വേഗത്തിൽ ഉള്ളിൽ പോകണമെന്ന് കരുതി ഇവർ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ കയ്യിൽ ഡോളർ ഉണ്ടല്ലോ, ആ ഡോളർ വഴി ഇവർ പതുക്കെ ഉള്ളിലേക്ക് വരുന്നു. ഉള്ളിലെ പ്രേതങ്ങളും ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെയെല്ലാം മറികടന്നാണ് ഇവർ വരുന്നത്. അപ്പോൾ മറ്റൊരു പ്രേതം ഇവർക്ക് സഹായം ചെയ്യുന്നു. ആരാണ് സഹായിക്കുന്നത് എന്നിവർ ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വേറെ ആരുമല്ല, ഇവരുടെ അച്ഛൻ. അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ ഒരു മാലാഖയെ പോലെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ മകളെ ഇവർ കണ്ടെത്തുന്നുണ്ട്. അച്ഛനും നോക്കി ചിരിക്കുന്നുണ്ട്. ഇവർ മകളെ രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നു. ഇവരും വേറെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനമായി ഈ വീട് ചുറ്റിപ്പറ്റി നോക്കുകയാണ്. അപ്പോഴും വാതിൽ ഓട്ടോമാറ്റിക്കായി അടയുന്നു. എന്താ ഓട്ടോമാറ്റിക്കായി അടയുന്നത്, ഇനിയും പ്രേതമുണ്ടോ എന്നെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ വാതിൽ തുറന്ന് ഇവർ പുറത്തേക്ക് വരുന്നു. എല്ലാവരും കാറിനടുത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഹീറോയിനും അടുത്ത് പോയി നിൽക്കുന്നു. അപ്പോൾ ചെറിയ മകൾ വേഗത്തിൽ വീടിനുള്ളിലേക്ക് ഒരു പാവ എടുക്കാനായി പോകുന്നു. അവൾ പോയതും വാതിൽ അടയുന്നു. എന്താ വാതിലടഞ്ഞത് എന്ന് കരുതി ഇവരും പിന്നാലെ ഓടുകയാണ്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.